Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി പഴയങ്ങാടിയിലെ മത്സ്യ മാർക്കറ്റ്. മത്സ്യത്തൊഴിലാളികൾ കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് ഇപ്പോൾ ഇവിടെ മത്സ്യവിൽപ്പന നടത്തുന്നത്. രാമന്തളി പഞ്ചായത്തിനെയും പയ്യന്നൂർ നഗരസഭാ പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന കുറുങ്കടവ് പാലം യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ പാലം യാഥാർത്ഥ്യമായാൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് രാമന്തളി പഞ്ചായത്തിൽ നിന്നുള്ള ദൂരം 6 കിലോമീറ്ററോളം കുറയും. പട്ടുവം കോട്ടക്കൽ കടവ് പാലം താഴ്ന്ന അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ 9.50 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. പ്രവൃത്തി എം വിജിൻ MLA സന്ദർശിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുകൂട്ടിയ പെരുംതേനീച്ചക്കൂട്ടം രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ഭീഷണിയാകുന്നു. ശാശ്വതമായി ഇവയെ ഒഴിവാക്കാൻ എന്തു മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി പഴയങ്ങാടിയിലെ മത്സ്യ മാർക്കറ്റ്. മത്സ്യത്തൊഴിലാളികൾ കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് ഇപ്പോൾ ഇവിടെ മത്സ്യവിൽപ്പന നടക്കുന്നത്. ദിവസേന 100 കണക്കിന് ആളുകൾ എത്തുന്ന പഴയങ്ങാടി മത്സ്യ മാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല. 2.25 ലക്ഷത്തോളം രൂപ നൽകിയാണ് മത്സ്യ മാർക്കറ്റ് ലേലത്തിൽ എടുക്കുന്നത്. എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാണിക്കുകയാണ്. എല്ലാ സമയത്തും ഇവിടെ നല്ല മത്സ്യങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ ഇവിടെ എത്താറുണ്ട്. പഴയ മാർക്കറ്റിന്റെ സ്ഥലത്ത് താൽക്കാലികമായ ഷെഡിലാണ് തൊഴിലാളികൾ മത്സ്യവിൽപ്പന നടത്തുന്നത്. മലിനജലം ഒഴുക്കിവിടാൻ യാതൊരു സൗകര്യവും ഇവിടെയില്ല. ആവശ്യമായ ശുദ്ധജലവും ശുചിമുറിയും ഒന്നും തന്നെ ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ഏറെ ദുരിതത്തിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. ഒരു ബാത്റൂമിൻ്റെ സംവിധാനമില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികളെന്ന് വെച്ചാൽ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ അതിൻ്റെ എല്ലാം ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കൊല്ലത്തിൽ വന്നിട്ട് നമ്മളോട് ഇതിങ്ങനെ ചെയ്തു തരും എന്നെല്ലാം പഠനമല്ലാണ്ട് ഇന്ന് വരെക്കും ചെയ്തിട്ടില്ല. ഇൻ്റർലോക്കാണ്, ഹൈടെക്കാണ്, എന്നാലും പഠനമിടുന്നല്ലാതെ വേറൊരു സംവിധാനം ഇവിടെ കാണുന്നില്ല. മൂത്രമൊഴിക്കണമെങ്കിൽ പോയേ പോകണം. പിന്നെ ഈ മത്സ്യത്തിൻ്റെ വെള്ളം നമ്മളെവിടെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഒരു സംവിധാനം, ഒരു കുഴി ഒഴിക്കാനോ അതിലേക്ക് വെള്ളം ഒഴുക്കി വിടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം കടലിലാണ് വെള്ളം മറിക്കുന്നത്. അല്ലാതെ ഈ ഓളത്തിൽ പോകുന്ന തൊഴിലാളികൾ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. നേരത്തെ പഞ്ചായത്ത് നിർമ്മിച്ച മത്സ്യമാർക്കറ്റിലെ ഷെഡ് ഏത് സമയവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സ്യവിൽപ്പന നടത്താറില്ല. പഴയങ്ങാടിയിൽ ആധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റ് ഒരുക്കാൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. ഇവ പരിഹരിക്കാനായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ മത്സ്യവിപണനം നടത്തുന്ന സ്ഥലത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് മത്സ്യവിൽപ്പന തൊഴിലാളികൾ പറയുന്നു. മത്സ്യങ്ങൾ ഏറ്റവും വിലക്കുറവിൽ, അതുപോലെ നല്ല മത്സ്യങ്ങൾ കിട്ടുന്ന മാർക്കറ്റുകളിലൊന്നാണ് പഴയങ്ങാടിയിലെ മത്സ്യ മാർക്കറ്റ്. ഏത് നേരത്തും ഇവിടെ പുതിയ മത്സ്യങ്ങൾ ലഭ്യമാണ്. പ്രത്യേകിച്ച് പുതിയങ്ങാടി പോലുള്ള സ്ഥലത്തിന് അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഏത് സമയവും കടൽ മത്സ്യം ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പഴയങ്ങാടിയിലെ മത്സ്യ മാർക്കറ്റ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് പഴയങ്ങാടിയിലെ മത്സ്യവിൽപ്പന കേന്ദ്രത്തിലെ തൊഴിലാളികൾ. ഇവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം
നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളി പഞ്ചായത്തിനെയും പയ്യന്നൂർ നഗരസഭാ പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന കുറുങ്കടവ് പാലം യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ പാലം യാഥാർത്ഥ്യമായാൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് രാമന്തളി പഞ്ചായത്തിൽ നിന്നുള്ള ദൂരം 6 കിലോമീറ്ററോളം കുറഞ്ഞുകിട്ടും. കുറുങ്കടവ് പാലം യാഥാർത്ഥ്യമായാൽ രാമന്തളി, കുന്നരു, പാലക്കോട്, എട്ടിക്കുളം പ്രദേശത്തുള്ളവർക്ക് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡുമായും ഏഴിമല നാവിക അക്കാദമിയിലേക്കും എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും. പയ്യന്നൂർ നഗരസഭാ പ്രദേശങ്ങളായ പുഞ്ചക്കാട്, കണ്ടങ്കാളി പ്രദേശത്തുള്ളവർക്കും ഏറെ പ്രയോജനകരമാകും. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെടാനും സൗകര്യമാകും. ഇപ്പോൾ രാമന്തളി പ്രദേശത്തുള്ളവർ 1972 നിർമ്മിക്കപ്പെട്ട പുന്നക്കടവ് പാലത്തെയാണ് ആശ്രയിക്കുന്നത്. പുന്നക്കടവ് പാലത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറിയാണ് നിർദ്ദിഷ്ട കുറുങ്കടവ് പാലത്തിന്റെ സർവേ നടത്തിയിട്ടുള്ളത്. പാലം വന്നാൽ പയ്യന്നൂർ ടൗണിലെ ഗതാഗത കുരുക്കിനും ആശ്വാസമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാലം സംബന്ധിച്ച് അനുകൂല തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്നാണ് ജനത്തിന്റെ പ്രതീക്ഷ. ഇത് സംബന്ധിച്ച് സാമൂഹ്യ പ്രവർത്തകനായ കൊയ്ക്കിൽ രാഘവൻ 2018 നവംബർ 21 സർക്കാരിൽ നിവേദനം നൽകിയിരുന്നു. അപേക്ഷയെ തുടർന്ന് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിനായി സർവേ നടത്തി. അതുപ്രകാരം 150 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും കണക്കാക്കി 15 കോടിയുടെ എസ്റ്റിമേറ്റ് സർക്കാരിൽ സമർപ്പിച്ചിരുന്നു. പിന്നീട് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ സർക്കാരിൽ നിന്നും അനുകൂലമായ ചില സൂചനകൾ ഉണ്ടായിരിക്കുകയാണ്. ഇനി ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്കാവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്നും ലഭിക്കണം. എങ്കിൽ തുടർ നടപടികൾ വേഗത്തിലാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പട്ടുവം കോട്ടക്കീൽ കടവ് പാലം താഴ്ന്ന അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി എം വിജിൻ MLA സന്ദർശിച്ചു. സംസ്ഥാന സർക്കാർ 9.50 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. പട്ടുവം കോട്ടക്കീൽ കടവ് പാലം താഴ്ന്ന അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി എം വിജിൻ MLA സന്ദർശിച്ചു. സംസ്ഥാന സർക്കാർ 9.50 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. പട്ടുവം കോട്ടക്കീൽ കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് താഴ്ന്നതിനാൽ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും വാഹനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. പ്രസ്തുത വിഷയം എം വിജിൻ MLA പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറ്റകുറ്റപ്രവൃത്തിക്ക് 9.50 ലക്ഷം രൂപയുടെ അംഗീകാരം നൽകിയത്. പ്രവൃത്തിയോടൊപ്പം ഇരുഭാഗത്തുകൂടി 1200 സ്ക്വയർ ഫീറ്റിൽ ഇന്റർലോക്ക് പാകി റോഡ് നവീകരിക്കുകയും ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുകൂട്ടിയ പെരുന്തേനീച്ചക്കൂട്ടം രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ഭീഷണിയാകുന്നു. ശാശ്വതമായി ഇവയെ ഒഴിവാക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അപകട ഭീഷണി ഉയർത്തി പെരുന്തേനീച്ചക്കൂട്ടം. ആശുപത്രി കെട്ടിടത്തിന്റെ 4ാം നിലയിലും 5ാം നിലയിലും ജനൽ ഭാഗത്ത് മെഡിക്കൽ കോളേജിന് മുൻവശത്ത് ചുവരുകളിലുമായാണ് ഇവ കൂടുവച്ചിട്ടുള്ളത്. വലിയ പാളികളായി തൂങ്ങിക്കിടക്കുന്ന ഇവയുടെ കൂടും അതിനെ പൊതിഞ്ഞുകിടക്കുന്ന പെരുന്തേനീച്ചക്കൂട്ടവും ഏറെ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. 1 മാസം മുൻപ് കുറച്ചു ഭാഗത്തെ കൂടുകൾ കരിച്ച് നശിപ്പിച്ചുവെങ്കിലും പൂർവാധികം ശക്തിയോടെ വീണ്ടും പലയിടങ്ങളിലായി കൂട് വയ്ക്കുകയാണ്. ഇവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവ ഇളകി ആക്രമണം നടത്തുമോ എന്ന ഭീതിയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കുമുണ്ട്. ഇത് ഇവിടെ നിന്ന് ശാശ്വതമായി ഒഴിവാക്കാൻ എന്തു മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നറിയാതെ വിഷമിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും മുറിച്ചുമാറ്റാൻ തുടങ്ങി. പിലാത്തറ മാതമംഗലം പൊന്നമ്പാറ റോഡിലെ അപകട ഭീഷണിയായി മാറിയിരിക്കുന്ന മരങ്ങളും മരച്ചില്ലകളുമാണ് PWD അധികൃതർ മുറിച്ചുമാറ്റുന്നത്. പിലാത്തറ മാതമംഗലം പൊന്നമ്പാറ റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും മുറിച്ചുമാറ്റാൻ തുടങ്ങി. PWDയുടെ നേതൃത്വത്തിലാണ് മരങ്ങളും ചില്ലകളും മുറിച്ചുമാറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഈ റോഡിൽ മാതമംഗലത്ത് ഉണങ്ങിയ മരം കടപുഴകി വീണിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് വൻ ദുരന്തം ഒഴിവായത്. ഭീഷണിയായി മാറിയ മരങ്ങൾ മുറിച്ചുമാറ്റാത്തത് ഏറെ ചർച്ചയായിരുന്നു. ഇതേ തുടർന്നാണ് റോഡിൽ അപകട ഭീഷണിയായി മാറുന്ന മരങ്ങളും ചില്ലകളും മുറിച്ചുമാറ്റാൻ PWD തീരുമാനിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ഷാർജ KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചെമ്പ്രകാനത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ നിർമ്മിച്ച കനിവ് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി. മെയ് 12 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിക്കും. ഷാർജ KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചെമ്പ്രകാനത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ നിർമ്മിച്ച കനിവ് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി. 25 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് ചിലവ് വന്നിട്ടുള്ളത്. കുടിവെള്ളത്തിന് ദൗർലഭ്യം നേരിടുന്ന പ്രദേശത്തെ പാവപ്പെട്ട 108 കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം എത്തിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി. മെയ് 12 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ ഷാർജ KMCC മണ്ഡലം പ്രസിഡന്റ് അസീസ് പടന്ന അധ്യക്ഷത വഹിക്കും. വിശിഷ്ടാതിഥിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP പങ്കെടുക്കും. VKP ഹമീദ് അലി, കല്ലട മാഹിൻ ഹാജി, A അബ്ദുറഹ്മാൻ, NA നെല്ലിക്കുന്ന്, സത്താർ വടക്കുംപാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ഷാർജ KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സത്താർ വടക്കുംപാട്, മുഹമ്മദ് മണിയനുടി, അസീസ് പടന്ന, ഹസൻ വടക്കുംപാട്, AG കുഞ്ഞബ്ദുള്ള മാടക്കാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. BJPയുടെ മുതിർന്ന നേതാവും മുൻ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന പരത്തി ഗോവിന്ദൻ നിര്യാതനായി. മരണത്തിൽ അനുശോചിച്ച് BJP രാമതളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. BJPയുടെ മുതിർന്ന നേതാവും മുൻ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന പരത്തി ഗോവിന്ദൻ നിര്യാതനായി. മരണത്തിൽ അനുശോചിച്ച് BJP രാമതളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. K രഞ്ജിത്ത്, പണ്ണേരി രമേശൻ, VV ഉണ്ണികൃഷ്ണൻ, AK രാജഗോപാലൻ മാസ്റ്റർ, C നാരായണൻ, CV തമ്പാൻ, കരുണാകരൻ P, ശ്രീകാന്ത് മൊട്ടക്കുന്ന്, M നാരായണൻ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിലെ പ്രമുഖ നർത്തകിയായ ഡോക്ടർ വിദ്യാലക്ഷ്മി എഴുതിയ സഖീതത്വം ഇൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെയ് 12 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. പ്രമുഖ നർത്തകി ഡോക്ടർ വിദ്യാലക്ഷ്മി എഴുതിയ സഖീതത്വം ഇൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെയ് 12 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. TI മധുസൂദനൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിക്കും. പിലാത്തറ ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡലം ലത പുസ്തകം ഏറ്റുവാങ്ങും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ EV രാമകൃഷ്ണൻ മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ K ശിവകുമാർ, തമ്പാൻ കാമ്പ്രത്ത്, വിനോദ് മാസ്റ്റർ, ഡോക്ടർ വിദ്യാലക്ഷ്മി, TV ബാലകൃഷ്ണൻ, ഹരിത തമ്പാൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കോറോം മുക്കോത്തടം ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു. 13 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒറ്റക്കോലം നടക്കുന്നത്. കോറോം മുച്ചിലോട്ട് കാവിന് ചേർന്ന് നിൽക്കുന്നതാണ് മുക്കോത്തടം ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം. മുച്ചിലോട്ടെ പെരുങ്കളിയാട്ടം കഴിഞ്ഞാൽ ഇവിടെ നരഹരി ഭഗവാന്റെ മേലേരി കയ്യേൽക്കൽ നടത്തണം എന്നാണ് പൂർവിക വിധി. കഴിഞ്ഞ വർഷമാണ് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടന്നത്. പനയന്തട്ട കൊടക്കൽ കോയ്മമാരുടെയും കണ്ടോത്ത ശ്രീ കൂർബ ഭഗവതി ക്ഷേത്രവും മുച്ചിലോട്ടുകാവും ചേർന്നുള്ള നാട്ടുകൂട്ടായ്മയാണ് ഈ ഒറ്റക്കോലം നടത്തുന്നത്. നിരവധി പ്രത്യേകതകൾ ഈ ഒറ്റക്കോലം മഹോത്സവത്തിനുണ്ട്. നൂറ്റിരിക്കുന്നത് കോയ്മത്തറവാട്ടിൽ നിന്നും ആയുധങ്ങൾ മുച്ചിലോട്ടുകാവിലേതും മേലേരി ഒരുക്കുന്നത് കണ്ടോത്ത ശ്രീ കൂർബ ഭഗവതി ക്ഷേത്ര വാലിക്കാരുമാണ്. ഇന്നു പുലർച്ചെ അഗ്നിപ്രവേശം നടന്നു. പ്രഗത്ഭ യുവതെയ്യം കലാകാരൻ അജിൻ സുരേഷ് ആയിരുന്നു കോലധാരി.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വിളംബരപ്പെടുത്തി നാടുചുറ്റി വിളംബര ഘോഷയാത്ര നടന്നു. പ്രവൃത്തിബദ്ധത്തിൽ 100 വർഷം പൂർത്തിയാക്കുന്ന മെട്ടമലിലെ ഏക സർക്കാർ വിദ്യാലയത്തിന്റെ ശതാബ്ദിയാഘോഷ പരിപാടികൾ നാടിന്റെ ഉത്സവമാക്കുകയാണ് നാട്ടുകാർ. 1 വർഷം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്ക് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുണ്ട്. മെയ് 11 ശനിയാഴ്ച ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ഗുരുവന്ദനം പരിപാടിയിൽ 70 പൂർവ്വ അധ്യാപകരെ ആദരിക്കും. റിട്ടയർഡ് DPI C രാഘവൻ ഉദ്ഘാടനം ചെയ്യും. 12 ഞായറാഴ്ച വൈകിട്ട് 6:30 ശതാബ്ദി ആഘോഷ പരിപാടികൾ എഴുത്തുകാരൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ നൃത്തസന്ധ്യ അരങ്ങേറും. ശതാബ്ദി ആഘോഷം വിളംബരപ്പെടുത്തി കുട്ടികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും സംഘാടക സമിതി അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്ത വിളംബര ഘോഷയാത്ര നടത്തി. മെട്ടമ്മൽ ഈസ്റ്റ്, മധുരങ്കൈ, വയലോടി തുടങ്ങിയ നാട്ടുവഴികളിലൂടെ നടന്ന വിളംബര ഘോഷയാത്രയിൽ 100 കണക്കിന് നാട്ടുകാർ അണിനിരന്നു. വിദ്യാഭ്യാസ രംഗത്ത് 45 വർഷം അഭിമാനകരമായ നേട്ടം കൈവരിച്ച മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 45ാം വാർഷികാഘോഷവും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയയപ്പും മെയ് 12 ഞായറാഴ്ച രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠനത്തോടൊപ്പം കലാസാംസ്കാരിക രംഗത്തും മികച്ച നിലവാരം പുലർത്തുന്ന മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 44 വർഷം പിന്നിടുകയാണ്. SSLCയിൽ തുടർച്ചയായി 100% വിജയം നേടാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ 45ാം വാർഷികാഘോഷവും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയയപ്പും മെയ് 12 ഞായറാഴ്ച രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. M. വിജിൻ MLA അധ്യക്ഷത വഹിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ, സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിര, ഒപ്പന എന്നിവ അരങ്ങേറും. പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NV കൃഷ്ണൻ മാസ്റ്റർ, M. ലക്ഷ്മണൻ, MV ശ്രീശൻ, BS മഹമ്മൂദ്, നജീബ് മുട്ടം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഒരുമ 2024 സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് സമാപിച്ചു. മാതമംഗലം GITE മാതമംഗലം അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഒരുമ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുറേ നാളുകളോ? അതിന് നീ മുട്ടേന്ന് വിരിഞ്ഞിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ. അമ്മയുടെ കാലാണോ എന്റെ കാലം? GITE മാതമംഗലം അധ്യാപക വിദ്യാർത്ഥികളുടെ ഒരുമ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പാണ് സമാപിച്ചത്. മാറുന്ന കാലത്തെ ക്ലാസ് മുറിയിലും അധ്യാപനത്തിലും അനിവാര്യമായും പരിശീലനം നേടേണ്ട വ്യത്യസ്ത മേഖലകളിൽ വിദഗ്ധരുടെ ക്ലാസുകൾ 15 ദിവസമായി നടന്ന ക്യാമ്പിൽ ലഭ്യമായി. ഉദയൻ കുണ്ടംകുഴി, ബാബു മണ്ടൂർ, K. രേണുക, TV രവീന്ദ്രനാഥ്, സിന്ധു AV, ഷൈനി KN തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ശാസ്ത്ര ഗണിത പഠനോപകരണ നിർമ്മാണം, നാടകക്കളരി, കവിതാലാപനം, നൃത്തം, സംഗീതം, കൊറിയോഗ്രാഫി, നാടൻപാട്ട്, വായനയും ഭാഷാധ്യാപനവും, പ്രവൃത്തി പരിചയം, യോഗ, എയറോബിക്സ്, സോപ്പ് നിർമ്മാണം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിൽ പരിശീലനം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ T. തമ്പാൻ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ ക്യാമ്പ് ഡയറക്ടർ പി രാഘവൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തി. സമാപനത്തോടനുബന്ധിച്ച് ക്യാമ്പിൽ രൂപപ്പെടുത്തിയ നാടകത്തിന്റെ അവതരണവും നടന്നു. പ്രശസ്ത നാടകകൃത്ത് ജയപ്രകാശ് കുളൂരിന്റെ
മീനോളം എന്ന നാടകം ക്യാമ്പ് അംഗങ്ങൾക്കായി സാക്ഷാത്കാരം നടത്തി. മികച്ച അനുഭവമാണ് ക്യാമ്പ് സമ്മാനിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സുരേഷ് മാഷാണ് നമ്മൾ ഈ നാടകം പരിശീലിപ്പിച്ചത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അധ്യാപക വിദ്യാർത്ഥികൾ മാഷിൻ്റെ സഹായത്തോടെ അതുപോലെ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു നാടകം അരങ്ങിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മീനോളം എന്നാണ് നാടകത്തിൻ്റെ പേര്. നമുക്കറിയാം, ജീവിതത്തിൻ്റെ ആഴവും പരപ്പും അന്വേഷണാത്മകതയും ജീവിതം എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഇതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നാടകമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. കെ സുരേഷ് മാസ്റ്റർ, ക്യാമ്പ് ലീഡർ ശ്രീനിമ, ക്യാമ്പ് ഓഫീസർ അജേഷ് കടന്നപ്പള്ളി, അധ്യാപക പരിശീലകരായ MV ഷാജി, പ്രിയ AV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ചെറുപുഴ AK ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ചെറുപുഴ AK ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വർഷത്തോറും സർക്കാരിലേക്ക് രേഖ കൊടുക്കണം. എന്ത് രേഖയാണ്? അവരെ വരുമാനം തെളിയിക്കുന്ന രേഖ കൊടുക്കണം, അല്ലേ? അവരെ മക്കളെക്കാളും ഒരു 4 വീലർ മേടിച്ചു പോയാൽ, വീട്ടിലൊരു 4 ചക്ര വണ്ടി മേടിച്ചു പോയാൽ എന്തുണ്ടാവും? തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഏതെങ്കിലും ഒരാളോട് ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടോ? ജില്ലാ പ്രസിഡന്റ് KV ബാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C രവീന്ദ്രൻ, TA സുനിൽകുമാർ, ബേബി ഗിരിജ, PP ലക്ഷ്മണൻ, K രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാങ്കോൽ കരിങ്കുഴി ചിന്ത തിയേറ്റേഴ്സിന്റെ 50ാം വാർഷികാഘോഷം 2024 മെയ് മുതൽ 2025 ഏപ്രിൽ വരെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കും. കാങ്കോൽ കരിങ്കുഴി ചിന്ത തിയേറ്റേഴ്സിന്റെ 50ാം വാർഷികാഘോഷം 2024 മെയ് മുതൽ 2025 ഏപ്രിൽ വരെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം 2024 മെയ് 12, 13 തീയതികളിൽ കരിങ്കുഴി ചിന്ത തിയേറ്റേഴ്സ് മൈതാനിയിൽ നടക്കും. മെയ് 12 വൈകിട്ട് 6 മണിക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് കരിങ്കുഴി ചിന്തയുടെ കലാകാരന്മാർ ഒരുക്കിയ നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 13 വൈകിട്ട് 6 മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കും. VK സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തും. തുടർന്ന് നാടൻ കലാമേളയും സ്റ്റേജ് ഷോയും ഉണ്ടാകും. മാധ്യമ സമ്മേളനത്തിൽ KP കണ്ണൻ, NK ഗംഗാധരൻ, മൂലച്ചേരി നാരായണൻ, C രമേശൻ, A കരുണാകരൻ, VN ശശികുമാർ, കോക്കാട് നാരായണൻ, ശ്രീധരൻ കരിങ്കുഴി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം, ചിൽഡ്രൻസ് ലൈബ്രറി, ടാഗോർ യൂറീക്ക ബാലവേദി, അറിവൂഞ്ഞാൽ സീസൺ 10 സമാപിച്ചു. സമാപന സമ്മേളനം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം, ചിൽഡ്രൻസ് ലൈബ്രറി, ടാഗോർ യൂറീക്ക ബാലവേദി, അറിവൂഞ്ഞാൽ സീസൺ 10 സമാപിച്ചു. ഒരു മാസക്കാലം നീണ്ടുനിന്ന ക്യാമ്പിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും മനസ്സിൽ വലിയ ആളാവണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നൈതിക പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ആർമി ആവണം എന്ന് പറഞ്ഞു. ചിലവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുന്നറിയാം, ഡോക്ടർ ആവണം എന്നായിരിക്കും, അല്ലേ? ചിലവർക്ക് നല്ല അഡ്വക്കേറ്റ് ആവണം എന്നായിരിക്കും, അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളിൽ ആളുകളുണ്ട്. എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, വലിയ ഓഫീസർമാർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, വലിയ വക്കീലന്മാരാവണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും, കലക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവൂലേ? PV ഉപേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VV ചന്ദ്രശേഖരൻ മാസ്റ്റർ, K മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെള്ളോര ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും മെയ് 12 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി പഴയങ്ങാടിയിലെ മത്സ്യ മാർക്കറ്റ്. മത്സ്യത്തൊഴിലാളികൾ കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് ഇപ്പോൾ ഇവിടെ മത്സ്യവിൽപ്പന നടത്തുന്നത്.
രാമന്തളി പഞ്ചായത്തിനെയും പയ്യന്നൂർ നഗരസഭാ പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന കുറുങ്കടവ് പാലം യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ പാലം യാഥാർത്ഥ്യമായാൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് രാമന്തളി പഞ്ചായത്തിൽ നിന്നുള്ള ദൂരം 6 കിലോമീറ്ററോളം കുറയും. പട്ടുവം കോട്ടക്കീൽക്കടവ് പാലം താഴ്ന്ന അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ 9.50 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. പ്രവൃത്തി എം വിജിൻ MLA സന്ദർശിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുകൂട്ടിയ പെരുംതേനീച്ചക്കൂട്ടം രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ഭീഷണിയാകുന്നു. ശാശ്വതമായി ഇവയെ ഒഴിവാക്കാൻ എന്തു മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.